ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച വയനാട് ജില്ലയിൽ മഴക്കെടുതി അതിരൂക്ഷമാണ്. 20 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇതിനോടകം 634 പേരാണ് കഴിയുന്നത്. രാവിലെ 8:30 വരെയുള്ള കണക്കനുസരിച്ച് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ വയനാട്ടിൽ അതിതീവ്ര മഴയാണ് കിട്ടിയത്. അതിശക്തമായ മഴയെ തുടർന്ന് തലപ്പുഴ, കാപ്പിക്കളം, പൊയിൽ, പേരിയ മേഖലകൾ വെള്ളത്തിലായി. മുത്തങ്ങ മേഖലയിൽ നൂൽപ്പുഴ കരകവിഞ്ഞ് ദേശീയപാത 766 വെള്ളം കയറി. മാനന്തവാടി വള്ളിയൂർക്കാവിൽ വെള്ളം കയറി വീട്ടിൽ നിന്നും ഉത്തരേന്ത്യൻ കുടുംബത്തെ JCB ഉപയോഗിച്ചു മാറ്റി. വയനാട് സുർജിത്തെ പറ്റി സുർജിത്ത്, വയനാടെമ്പാടും അത് ഏതെങ്കിലും മേഖല തിരിച്ചല്ല, വയനാടെമ്പാടും ഇപ്പോഴും അതേ തീവ്രതയിൽ കനത്ത മഴ തുടരുകയാണോ? തീവ്രമായ മഴ തുടരുന്നുണ്ട്. അത് ഇടവിട്ടാണ് പെയ്യുന്നത്. ഇടവിട്ട് പെയ്യുന്ന മഴപ്പെയ്ത്തിന്റെ കനം കൂടുതലാണ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൈപ്പാട്ടുകുന്ന് എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെ മഴ ചാറ്റൽ മഴ മാത്രമാണ്. പക്ഷെ അല്പസമയം മുമ്പ് വളരെ വലിയ രീതിയിലുള്ള മഴ പെയ്ത ഒരു പ്രദേശമാണ്. പൂർണ്ണമായും വെള്ളത്തിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വയലിലല്ല, റോഡിലാണ്. ഇതൊരു റോഡാണ്. ഈ റോഡിലാണ് ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. കൈപ്പാട്ടുകുന്നിന്റെ തൊട്ടപ്പുറത്ത് പനമരം പുഴ ഒഴുകുന്നു. ആ പുഴയോട് ചേർന്നുള്ള ഇപ്പുറത്തുള്ള ഈ മറുഭാഗത്തുള്ള റോഡാണിത്. ആ റോഡിന്റെ ഒരു ഭാഗം വയലാണ്. പുഴയിൽ നിന്നും വെള്ളം ഇരച്ചെത്തി വയൽ മുങ്ങി, റോഡ് മുങ്ങി, അങ്ങനെ ഒരു അവസ്ഥയാണ് വയനാടിനെ സംബന്ധിച്ചുള്ളത്. ഏറ്റവും കൂടുതൽ മഴ പെയ്ത പ്രദേശങ്ങൾ വയനാട് ജില്ലയിലാണ്. സംസ്ഥാനത്ത് തന്നെ തവിഞ്ഞാലും കുഞ്ഞോമും ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ കനത്ത രീതിയിൽ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതുമൂലം പല കീഴ്ത്തടങ്ങളിലെ പ്രദേശങ്ങളും വെള്ളക്കെട്ടിലാണ്. മാനന്തവാടി വള്ളിയൂർക്കാവിന്റെ ഭാഗം, തലപ്പുഴ പേരിയ ഭാഗം, അതോടൊപ്പം തന്നെ ഈ നൂൽപ്പുഴയുടെ ഭാഗമായുള്ള പ്രദേശങ്ങൾ, കല്ലൂർ പുഴയുടെ ഭാഗമായുള്ള പ്രദേശങ്ങൾ, ഇവിടെ എല്ലാം തന്നെ വലിയ രീതിയിൽ വെള്ളം കയറി വെള്ളക്കെട്ടിനെ അഭിമുഖീകരിക്കുന്ന അവസ്ഥയുണ്ട്. മേപ്പാടിയിലും സമാനമായ രീതിയിൽ കള്ളാടിപ്പുഴ പലയിടങ്ങളിലും കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ വയനാട്ടിലുള്ളത്. ഇവിടെ കുറേ പേർ ഇവിടെയുണ്ട്. ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകളാണ്. എല്ലാ കാലത്തും ഇത് തന്നെയാണോ അവസ്ഥ? കഴിഞ്ഞ പ്രാവശ്യം മഴ കുറവായിരുന്നു. ഇപ്രാവശ്യം ഏറെക്കുറെ നല്ല മഴയാണ് ലഭിച്ചത്. ഇവിടെ തോണിയൊക്കെ ഇറക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെക്കാട്ടും ഇപ്പം ഇങ്ങോട്ട് അത്യാവശ്യം വെള്ളം കയറിയിട്ടുണ്ട് ഈ പ്രാവശ്യം. പക്ഷേ പ്രളയത്തിന് ഏകദേശം റോഡൊക്കെ മൂടിയായിരുന്നു. പൂർണ്ണമായിട്ട് മൂടിയായിരുന്നു. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ റോഡിന് ഹൈറ്റ് ഉള്ളതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. ഈ റോഡിൽ ഈ കുറേ താമസക്കാരുണ്ട്. ഈ റോഡിൽ അവരുടെ സ്ഥിതിയൊക്കെ ഭയങ്കര ഒരു ദയനീയാവസ്ഥയാണ്. ഈ ഭാഗത്തൊക്കെ ധാരാളം ആൾക്കാർ, ഇവിടെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഈ റോഡുകളിൽ ഇപ്പോൾ ഒരാൾ വെള്ളമുണ്ട് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇവിടെ അവരൊക്കെ ഇപ്പോൾ അങ്ങോട്ട് പോകാൻ ആ വഴി പലയിടത്തേക്ക് പോകാം. പിന്നെ എൻ്റെ വീടാണിത്. ഈ വീട് ഇതിപ്പോൾ ചുറ്റുമുറ്റത്ത് വെള്ളം കയറി വരാൻ ഇപ്പോൾ സാധനങ്ങൾ എടുത്ത് മാറ്റി എവിടെയെങ്കിലും പോകണം. ഇത് ഇവിടെ പോലീസുകാർ മാത്രം ചെക്കിങ്ങിന് വരുള്ളൂ. അവർ ചെക്കിങ് മാത്രമേ ചെയ്യുള്ളൂ, വേറൊന്നും ചെയ്യത്തില്ല. അത് അന്വേഷിക്കേണ്ട കാര്യങ്ങൾക്കൊന്നും വരില്ല. തോണി ഇറക്കിയാൽ നമ്മൾ അക്കരെ പോകാൻ വേണ്ടിയിട്ട് ഇറക്കിയേക്കുന്നത്. ഇവിടെ ഇവർ നിൽക്കുന്നതിന് പുറകിലായി ആ തോണി ഒന്ന് കാണിക്കാം. എല്ലാവരും ഒന്ന് മാറിക്കഴിഞ്ഞാൽ തോണി ഒന്ന് കാണിക്കാം. ഒരു തോണി ഇറക്കിയിട്ടുണ്ട്. ആ തോണി ഇവിടെ യാത്രയ്ക്ക് വേണ്ടിയാണ്. അതായത് അപ്പുറത്തെ കരയെ ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ തോണി ഉപയോഗിക്കുന്നത്. അല്ലാതെ വേറൊരു വഴിയുമില്ല. ഇതിന് തൊട്ടടുത്തൊക്കെ തന്നെ വലിയ ആഴമുണ്ട്. അതുകൊണ്ട് തന്നെ ഭീതി ഉള്ള ഒരു അന്തരീക്ഷം പൊതുവെ വയനാടിനെ സംബന്ധിച്ചുണ്ട്. ഹുസൈൻ നിർവേഷം പറയാണ്, പനമരം നെല്ലിയമ്പത്ത് അതിശക്തമായ മഴയിൽ വീടിന്റെ മതിലിടിഞ്ഞു. കഴുങ്ങുംതോടൻ ആബിദിന്റെ വീടിന്റെ മതിലടിഞ്ഞു എന്നൊരു പ്രശ്നം പറയുന്നുണ്ട്. അപ്പോൾ സുർജിത്ത്, എനിക്കൊന്ന് മഴയ്ക്കൊപ്പം ഈ മഴ ദുരിതവും മഴ നാശങ്ങളും ഒരുപാടാവുന്നുണ്ടെന്ന് തോന്നുന്നു പല സ്ഥലങ്ങളിലും. സുർജിത്ത്, ഉണ്ട് ഹാഷ്മി, അതാണ് അവസ്ഥ. കാരണം എന്താ വെച്ചാൽ മഴ വളരെ ശക്തമായ രീതിയിൽ ഇടവിട്ട് പെയ്യുന്നു എന്നുള്ളതാണ് വയനാടിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം. നേരത്തെയൊക്കെ ഈ മഴ കീഴ് ജില്ലകളിലെല്ലാം തന്നെ, താഴെയുള്ള ജില്ലകളിലെല്ലാം തന്നെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ വയനാട്ടിൽ മഴ ഉണ്ടായിരുന്നില്ല. വയനാട്ടിലും കാസർഗോഡുമാണ് മഴ കുറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ല. കഴിഞ്ഞ 3 ദിവസമായി ഒരു പ്രളയ സമാനമായ അന്തരീക്ഷത്തിലേക്ക് വയനാട് മാറുന്നു എന്നുള്ളതാണ്. ഇനിയും റെഡ് അലേർട്ടാണ്. മഴ തുടരാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം തന്നെ വയനാടിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയുണ്ട്. ഈ വെള്ളമെല്ലാം എത്തുന്നത് കബനിപ്പുഴയിലേക്ക്, ചാലിയാർ പുഴയിലേക്കുമാണ്. നിലമ്പൂരിന്റെ ഭാഗത്തുള്ള ചാലിയാർ പുഴയിൽ ഇവിടെ പെയ്യുന്ന മഴപ്പെയ്ത്തെ ആശ്രയിച്ചാണ് ചാലിയാർ പുഴയിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പുഴയാണ് കബനിപ്പുഴ. കബനിപ്പുഴ നേരെ ചെന്നെത്തുന്നത് കർണാടകയിലെ ബീച്ചനഹള്ളി ഡാമിലാണ്. ബീച്ചനഹള്ളി ഡാമിന്റെ ഷട്ടറുകൾ കഴിഞ്ഞ ദിവസം തന്നെ തുറന്നിട്ടുണ്ട്. 60,000 ക്യൂസെക്സ് വെള്ളമായി പുറത്തേക്ക് ഒഴുക്കുന്ന നീരിന്റെ അളവ് 60,000 ക്യൂസെക്സായി ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആ ഡാം അടച്ചു കഴിഞ്ഞാൽ വയനാട്ടിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാകും. പക്ഷേ ഡാം ഇപ്പോൾ
തുറന്ന് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. കബനിപ്പുഴയിൽ നീരൊഴുക്ക് വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. കാരണം ഈ വെള്ളമെല്ലാം എത്തുന്നത് ഈ പനമരം പുഴയായാലും അതോടൊപ്പം മാനന്തവാടി പുഴയായാലും തലപ്പുഴയായാലും ഇതെല്ലാം എത്തുന്നത് നേരെ കബനിയിലേക്കാണ്. കബനിയിൽ നീരൊഴുക്ക് കൂടുന്ന സാഹചര്യമുണ്ട്. ചിലയിടങ്ങളിൽ നിന്നും ആളുകൾ മാറാൻ തയ്യാറാകാത്ത ചില ദൃശ്യങ്ങളും പുറത്തു വന്നതാണ്. ചില ഗോത്ര കുടുംബങ്ങളൊന്നും മാറാൻ സന്നദ്ധരാകുന്നില്ല എന്നുള്ളതും ഒരു പ്രശ്നമാണ്. അവരെയൊക്കെ നിർബന്ധിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത്. നിലവിൽ 25ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ വയനാട് ജില്ലയിൽ തുറന്നിട്ടുണ്ട്. 800ഓളം ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും എല്ലാ മുന്നൊരുക്കവും സ്വീകരിച്ചിട്ടുണ്ട്. വയനാടിനെ സംബന്ധിച്ച് ജില്ലാ ഭരണകൂടമായാലും ദുരന്ത നിവാരണ അതോറിറ്റി ആയാലും സന്നദ്ധ പ്രവർത്തകരായാലും എല്ലാവരും വളരെ സജീവമായി ഇടപെടുന്നു. പേരിയയിൽ അത്തരം ദൃശ്യങ്ങൾ ലഭിച്ചതാണ്. ആളുകളെ മാറ്റുന്നത് DYFI യൂത്ത് ബ്രിഗേഡിന്റെ പ്രവർത്തകരുണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്, നാട്ടുകാരുണ്ട്. അവരെല്ലാം ചേർന്ന് ഈ രോഗികളെ എല്ലാം തന്നെ മാറ്റുന്ന ദൃശ്യങ്ങൾ നമുക്ക് പേരിയിൽ നിന്ന് ലഭിച്ചിരുന്നു. അത് തോണി പോലൊരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ആളുകൾ കിടപ്പ് രോഗികളെ ഉൾപ്പെടെ അവിടെ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യമുള്ളത്. അങ്ങനെ സന്നദ്ധ ആ ദൃശ്യങ്ങളും പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നുണ്ട്. വയനാട് പെരുമഴയാണ്. ഇവിടെ റഹീം വയനാട് പറയുന്നു വയനാട് വൈത്തിരി ലക്കിടി ഹെവി റെയിനാണെന്ന് പറയുന്നു. ശ്രീരാജ് കാലിക്കട്ട് പറയുന്നു കോഴിക്കോട് വേങ്ങേരി പുതിയ നിർമ്മാണത്തിലിരിക്കുന്ന ബൈപ്പാസിൽ വെള്ളം കയറി വാഹനങ്ങൾ പോകുന്നു നിർത്തി. വേങ്ങേരി കക്കോടി ഭാഗത്തൂടെ പോവാതെ മലാപ്പറമ്പ് വഴി വാഹനങ്ങൾ പോകുന്നു എന്ന് പറയുന്നു. സാന്ദ്ര പറയുന്നു കോഴിക്കോട് മഴ. വേറൊരു പ്രേക്ഷകൻ കണ്ണൂരിൽ ശക്തമായ മഴ. നന്ദന കോഴിക്കോട് മഴ. സജന ഈ മലപ്പുറത്ത് മഴ. ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളും നല്ല പെരുമഴ പെയ്യുന്ന സമയമാണ്. വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് അതിശക്ത മഴ തുടരുന്നു. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മുന്നിലേക്ക് മതിലിടിഞ്ഞു വീണു. തലനാരിഴയ്ക്ക് വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടു. ശക്തമായ മഴയിൽ വടക്കൻ കേരളത്തിൽ വ്യാപക നാശങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കോഴിക്കോട് കുറ്റ്യാടിയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കുറ്റ്യാടി ചുരം റോഡിൽ മണ്ണിടിച്ചിലുണ്ടായി. 4 വീടുകൾ അപകട ഭീഷണിയിലാണ്. കാപ്പാട് വിനോദസഞ്ചാര കേന്ദ്രത്തിനടുത്ത് 7 ഹൈടെൻഷൻ പോസ്റ്റുകൾ മുറിഞ്ഞു വീണ് വൈദ്യുതി ബന്ധം താറുമാറായി. കല്ലാച്ചിയിൽ വീട് തകർന്നു വീണു. വീട്ടുകാർ പുറത്തേക്കോടിയതിനാൽ വൻ അപകടമൊഴിവായി. വടകരയിലേക്ക് കുടിവെള്ളം പമ്പ് ചെയ്യുന്ന വിഷ്ണുമംഗലം ബണ്ട് കരകവിഞ്ഞൊഴുകി. പുഴയോരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. മാവൂർ മേഖലയിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. കണ്ണൂർ മട്ടന്നൂർ കൊട്ടാരം പെരിയരത്ത് കാർ ഒഴുക്കിൽപ്പെട്ടു. അഞ്ചരക്കണ്ടിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മുന്നിലേക്ക് മതിലിടിഞ്ഞു വീണു. വിദ്യാർത്ഥികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മട്ടന്നൂർ നായിക്കാലിയിൽ പുനർനിർമ്മാണം നടക്കുന്ന റോഡിന്റെ ഒരു ഭാഗം തകർന്നു. കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് കുവൈറ്റ് കണ്ണൂർ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കൊച്ചിയിലേക്ക് വഴിതിരിച്ചുവിട്ടു. മലപ്പുറം നിലമ്പൂർ പോത്തുകൽ പനങ്കയം റോഡിൽ മരങ്ങൾ വീണ വൈദ്യുതി തൂൺ തകർന്നു. മലപ്പുറം തിരൂരങ്ങാടി കടലുണ്ടി പുഴയോരത്തെ 15ഓളം വീടുകൾ മണ്ണിടിഞ്ഞ് തകർച്ചാ ഭീഷണിയിലാണ്. പാലക്കാട് മംഗലം ഡാം വ്യാപാര ഭവന്റെ മുകളിൽ കൂറ്റൻ മരം വീണ കെട്ടിടം തകർന്നു. അട്ടപ്പാടി മണ്ണാർക്കാട് പാതയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കൽപ്പാത്തിയിൽ കെട്ടിടം തകർന്നു. രാവിലെ 6:30യോടെ മേൽക്കൂര ഉൾപ്പെടെ നിലം പതിക്കുകയായിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. അബ്ദുൽ രാജ് പറയുന്നത് കണ്ണൂർ ആറളം പാലം വെള്ളത്തിനടിയിലായി എന്ന് പറയുന്നു. അഷ്റഫ് പറയുന്നു ഇടുക്കിയിലും മഴയാണ്, ഭയങ്കര മഴ ചില സമയങ്ങളെന്ന് പറയുകയാണ്. അപ്പോൾ ശരിയാണ്, മധ്യകേരളത്തിൽ കനത്ത മഴയ്ക്ക് ശമനമില്ല. ഇടുക്കി, തൃശ്ശൂർ ജില്ലകളിൽ മരങ്ങൾ കടപുഴകി, വിവിധയിടങ്ങളിൽ നാശനഷ്ടമുണ്ടായി. ശക്തമായ കാറ്റിൽ ട്രാക്കിലേക്ക് ടാർപോളിൻ വീണ് കൊച്ചി മെട്രോ ഗതാഗതം തടസ്സപ്പെട്ടു. എറണാകുളം പൂയംകുട്ടിയിൽ കാട്ടാനയുടെ ജഡം കുട്ടമ്പുഴയിലൂടെ ഒഴുകിപ്പോകുന്നതിന്റെ ദൃശ്യങ്ങൾ 24 കിട്ടി. പൂയംകുട്ടിക്ക് സമീപം കുട്ടമ്പുഴ ആറിലാണ് കാട്ടാന ഒഴുകിപ്പോയത്. ബ്ലാവന ഭാഗത്തു വെച്ച വനം വകുപ്പ് ജഡം കണ്ടെത്തി. ഇത് ഫോറസ്റ്റുകാർ കണ്ടില്ലായിരിക്കോ? ശക്തമായ കാറ്റിൽ സൗത്ത് കടവന്തർ സ്റ്റേഷനുകൾക്കിടയിലെ ട്രാക്കിലേക്ക് ടാർപോളിൻ വീണതോടെ മെട്രോ ഗതാഗതം 15 മിനിറ്റ് തടസ്സപ്പെട്ടു. ഇത് 2ാം തവണയാണ് ഇത്തരത്തിൽ മെട്രോ ഗതാഗതം തടസ്സപ്പെടുന്നത്. ഇടുക്കിയിൽ മഴയ്ക്ക് നേരിയ ശമനം. മരച്ചില്ല ഒടിഞ്ഞു വീണതിനെ തുടർന്ന് കരിമ്പൻ സ്വദേശി ജോണിയുടെ വീടിന്റെ മേൽക്കൂര തകർന്നു. ജലനിരപ്പ് ഉയർന്നതിനാൽ മലങ്കര ഡാമിലെ എല്ലാ ഷട്ടറുകളും 50 സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട്. തൃശൂർ ചെമ്പുകാവിൽ റോഡിലേക്ക് തെങ്ങ് വീണ വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. 24 കൊച്ചി. ഫാത്തിമ ഫിദയും ശരണ്യം പറയുകയാണ് മലപ്പുറത്ത് മഴ എന്ന് പറയുന്നു. മഴ മാത്രമല്ല, അവിടെ തിരൂരങ്ങാടിയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. പലമ്പുഴ റോഡിലെ 35ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. 100ഓളം കുടുംബങ്ങൾ ഇവിടെ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, അതേ തോതിൽ മഴ പെയ്യുകയാണോ? കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ട സാഹചര്യം നിലവിലുണ്ടോ? സമീർ. ഹാഷ്മി, നിലവിൽ ഇവിടെ മഴയ്ക്ക് ശമനമുണ്ട്. പക്ഷേ പ്രദേശത്തേക്ക് വെള്ളം കയറുന്നതിന്റെ തോതിൽ ഒരു കുറവുമില്ല എന്നുള്ളതാണ്. ഞാനിപ്പോഴുള്ളത് തിരൂരങ്ങാടി പനമ്പുഴ മേഖലയിലാണ്. 35ഓളം വീടുകളിലേക്കാണ് നിലവിൽ ഇവിടെ വെള്ളം കയറിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാവുന്നതാണ്. വീടിന്റെ മുൻഭാഗത്തും സ്റ്റെപ്പിലുമെല്ലാം തന്നെ വെള്ളം എത്തിയിരിക്കുന്നു. സമീപത്തുള്ള കടലുണ്ടി പുഴയിൽ നിന്നും തോട് വഴിയാണ് വെള്ളം ഈ ജനവാസ മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തോടിന് ഒരു ഷട്ടർ ഉണ്ട്. ഷട്ടർ പഴയ കാലത്ത് നിർമ്മിച്ചതാണ്. ഇത് ദ്രവിച്ചത് കൊണ്ടാണ് നിലവിൽ ഈ വെള്ളം ഈ തോട് വഴി ഇങ്ങോട്ടേക്ക്
നടത്തുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം നാട്ടുകാരൻ ചേരുകയാണ്. എത്രത്തോളം വീടുകളിലേക്ക് വെള്ളം കയറി, എന്താ ഇവിടുത്തെ ഒരു സാഹചര്യം? ഇപ്പോൾ നിലവിൽ 32ഓളം വീടുകളിൽ ഇപ്പോൾ ഇവിടെ വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭീതിയോട് കൂടിയാണ് നിൽക്കുന്നത്. കയറാത്ത വീടുകളൊക്കെ ഭീതിയോട് കൂടിയാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ കയറിയ വീടുകളൊക്കെ അവരെ ബന്ധുവീടുകളിലേക്കാണ് പോയിട്ടുള്ളത്. പക്ഷെ അവർക്ക് ചിലപ്പോൾ ഇതേപോലെ തന്നെ നിൽക്കുകയാണെങ്കിൽ മറ്റുള്ള ക്യാമ്പിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കേണ്ടി വരും. ഏതായാലും വിവരങ്ങൾ മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഈ തോടിന്റെ ഷട്ടർ ദ്രവിച്ചു പോയതാണ് ഈ പ്രശ്നത്തിന് കാരണം. തോടിന്റെ BCB അത് മരത്തിന്റേതായിരുന്നു. അത് ഇപ്പോ ദ്രവിച്ചു പോയതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും പ്രശ്നം ഉണ്ടാകാൻ കാരണം. ഇനി അത് മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ച കാരണം തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, അനുഭാവപൂർവ്വം ഈ വിഷയം പരിഗണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ഇൻഷാല്ലാ അവിടെ ഒരു ഇരുമ്പിന്റെ ഷട്ടർ, അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഷട്ടർ ആയിരിക്കണം. കാരണം വെള്ളം വരുന്ന സമയത്ത് അത് ഉയർത്താനും താഴ്ത്താനും സംവിധാനമുള്ള ഒരു ഷട്ടറാണ് നമ്മൾ അവരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അവർ അത് അനുഭാവപൂർവ്വം പരിഗണിക്കാന്ന് അറിയിച്ചിട്ടുണ്ട്. ഹാഷ്മി, ഏതായാലും ഈ മഴയുടെ ശക്തി കൂടുകയാണെങ്കിൽ ഒരു പക്ഷേ പ്രദേശത്തേക്ക് കൂടുതൽ വെള്ളം കയറും, അത് കൂടുതൽ വീടുകളിലേക്ക് ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. പക്ഷേ ഇത് ഇന്നോ ഇന്നലെയോ ഉണ്ടായ ഷട്ടറല്ല, കാലങ്ങളായിട്ട് ദ്രവിച്ച ഷട്ടറാണുള്ളത്. അതുകൊണ്ട് നേരത്തെ തന്നെ ഇതിൽ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, സമീപത്ത് തൊട്ടടുത്ത ഒരു വീടാണ്, നാളെ വിവാഹം നടക്കേണ്ട ഒരു വീടാണ് എന്റെ തൊട്ടടുത്തുള്ളത്. ഈ വീടിന്റെ സമീപം വരെയാണ് ഇപ്പോൾ വെള്ളം എത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ വെള്ളം കൂടുകയാണെങ്കിൽ ഇവരുടെ വിവാഹത്തെ അടക്കം ബാധിക്കുന്ന തരത്തിലേക്കായിരിക്കും ഈ കാര്യങ്ങൾ പോവുക. SK ഹാഷ്മി. ഓക്കെ, സമീർ ബിൻ കരീമാണ് മലപ്പുറത്തെ തിരൂരങ്ങാടിയിൽ വെള്ളം കയറുന്ന വീടുകളുടെ ദൃശ്യങ്ങളെ വാർത്ത നൽകിയത്. അതായത് ഇവിടെ നൌഷാദ് പുന്നത്തൽ ഒരു കാര്യം ശരിയാവണ്ണം പറയുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്നത് കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. അവധി ആഘോഷിക്കാൻ പുഴകളിലേക്കും തോടുകളിലേക്കും പോകുന്നത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. നല്ല ശരിയാവണ്ണം പറയുകയാണ് നൌഷാദ്, നമ്മളെപ്പോഴും പറയുന്നതാണ്. അത് മാത്രമല്ല, രോഗകാലം കൂടിയാണ്. സംസ്ഥാനത്ത് പനി ബാധിച്ച് പ്രതിദിനം ചികിത്സ തേടുന്നവരുടെ എണ്ണം 12,000-ന് മുകളിൽ തുടരുകയാണ്. കൊച്ചിയിൽ ഡെങ്കിപ്പനി വ്യാപിക്കുന്നു. 1252 പേർ ഒരൊറ്റ മാസത്തിനുള്ളിൽ ഡെങ്കിപ്പനി ബാധിച്ച് എറണാകുളം ജില്ലയിൽ ചികിത്സ തേടി. പുതിയതായി ഒരാൾക്ക് H1N1 സ്ഥിരീകരിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് പനി ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണത്തിൽ കാര്യമായ കുറവില്ല. ബുധനാഴ്ച മാത്രം 12,508 പേരാണ് വിവിധ ആശുപത്രികളിലായി പനി ബാധിച്ച് ചികിത്സ തേടിയത്. ഡെങ്കിപ്പനിയും എലിപ്പനിയും മലമ്പനിയും കൂടാതെ വെസ്റ്റ് നൈൽ, H1N1 എന്നീ പകർച്ചവ്യാധികളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പനി ബാധിക്കുന്നവർ സ്വയം ചികിത്സ ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ റീന 24നോട് പറഞ്ഞു. പനി കേസുകൾ നമ്മൾ പനിയുടെ അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് പനി വളരെയധികം കൂടിയെന്ന് പറയാനില്ല. കഴിഞ്ഞ വർഷങ്ങളുടേതുപോലെ തന്നെയാണ്. പക്ഷേ ഡെങ്കി കേസുകളിൽ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നമുക്ക് കൂടുതൽ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. കൊതുകിൻ്റെ പ്രജനനവും അതുപോലെ തന്നെ വൈറസിൻ്റെ വ്യാപനവും ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സാഹചര്യം, കാലാവസ്ഥയാണ് നമുക്കിപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതുമാണ് കേസുകളുണ്ട്. കൊച്ചിയിലും ഡെങ്കിപ്പനി കേസുകൾ ഉയരുകയാണ്. കളമശ്ശേരി നഗരസഭാ പരിധിയിൽ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം 200 കടന്നു. വരും ദിവസങ്ങളിൽ ഡെങ്കിപ്പനി കേസുകൾ ഉയരാനാണ് സാധ്യത. ഇത് മുന്നിൽ കണ്ട് ആശുപത്രികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാനത്തെ പകർച്ചപ്പനി സാഹചര്യവും വിലയിരുത്തി. 24 തിരുവനന്തപുരം. ട്രിവാൻഡ്രത്ത് ഹെവി റെയിൻ ആൻഡ് വിൻഡ് എന്ന് പറയുന്ന ശബരി ചന്ദ്ര. കാസർഗോഡ് നല്ല മഴയാണെന്ന് പ്രണവ് എന്ന് പ്രേക്ഷകൻ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രൻ പറയുന്നു കാസർഗോഡ് നല്ല മഴയാണെന്ന് പറയുന്നു. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും വലിയ മഴയാണ്. അപ്പോൾ പ്രേക്ഷകർ ഒരിക്കൽ കൂടി ജാഗ്രതയോടെ സൂക്ഷ്മതയോടെ ഇരിക്കുക. ഗുജറാത്തിൽ അപൂർവ വൈറസ് ബാധ ആശങ്കയാവുകയാണ്. ചാന്ദിപ്പൂർ വൈറസ് ബാധയുടെ ലക്ഷണങ്ങളോടെ ഇതുവരെ 15 കുട്ടികൾ മരിച്ചു. ആരവല്ലിയിൽ മരിച്ച 5 വയസ്സുകാരിക്ക് ചാന്ദിപ്പൂർ വൈറസ് ബാധ തന്നെ എന്ന് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിരീകരിച്ചു. 29 പേർക്കാണ് ഗുജറാത്തിൽ ചാന്ദിപ്പൂർ വൈറസ് ബാധയുടെ ലക്ഷണങ്ങൾ കണ്ടെത്തിയത്. ഇതിൽ 15 കുട്ടികൾ ചികിത്സയിലിരിക്കെ മരിച്ചു. കുട്ടികളിലാണ് രോഗബാധ കൂടുതലായി ഉണ്ടാകുന്നതും ഗുരുതരമാവുന്നതും. സംസ്ഥാനത്ത് 12 ജില്ലകളിലെങ്കിലും രോഗമെത്തിയെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. രോഗം സ്ഥിരീകരിക്കാൻ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ച കൂടുതൽ സാമ്പിളുകളുടെ ഫലം ഉടൻ വരും. ആരവല്ലിയിൽ മരിച്ച 5 വയസ്സുകാരിക്ക് ചാന്ദിപ്പുര വൈറസ് ബാധയെന്ന് നേരത്തെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിരീകരിച്ചിരുന്നു. കൂടുതൽ ജില്ലകളിൽ നിന്ന് രോഗലക്ഷണങ്ങളോടെ ആളുകൾ ചികിത്സ തേടിയതോടെ അതീവ ജാഗ്രത നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. കൊതുക് പരത്തുന്ന രോഗമായതിനാൽ സംസ്ഥാനത്താകെ ശുചീകരണ പ്രവർത്തനങ്ങളും വ്യാപകമായി നടക്കുന്നുണ്ട്. രോഗബാധ സംശയിക്കുന്ന മേഖലയിലെ ജനങ്ങളെ പരിശോധനകൾക്കും വിധേയമാക്കുകയാണ്. 24 മുംബൈ. സജേഷ് പറയുകയാണ്, കണ്ണൂരിൽ ഇതുവരെ കാണാത്ത മഴ, കനത്ത വെള്ളമെന്ന് പറയുകയാണ്. ഷാഹുൽ അമീദ് പറയുന്നു, വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായി വീട്ടിലെത്തിക്കുന്ന നടപടി ക്രമങ്ങൾക്ക് അധികാരികൾ മുൻകൈ എടുക്കാമെന്ന് പറയുന്നു. എന്തുകൊണ്ട് കണ്ണൂർ അവധി കൊടുക്കുന്നില്ല? കണ്ണൂർ മഴ നിൽക്കുന്നേയില്ല, കുട്ടികൾ തിരികെ എത്തും വരെ ഭയമാണ് എന്ന് വേറെ ധ്വനി എന്നൊരു പ്രേക്ഷകർ പറയുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും വലിയ പെരുമഴയാണ്. ഒരിക്കൽ കൂടി പറയുന്നു, സൂക്ഷിക്കുക. വെൽക്കം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് BJP നടത്തിയ മാർച്ച് ചെറിയ തോതിൽ സംഘർഷഭരിതമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. പലയാവർത്തി ജലപീരങ്കി പ്രയോഗം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അവിടെ പെരുമഴയാണ്. പെരുമഴത്താണ് അവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മേയറുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു സമരം. തിരുവനന്തപുരത്ത് ആമേഴിഞ്ഞാന്തോട്ടിൽ ജോയി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അതിന്റെ തുടർച്ചയിലെ സമരങ്ങൾ തുടരുകയാണ് തിരുവനന്തപുരത്ത്. MG പ്രതീഷ് വിവരങ്ങളുമായി ചേർന്നു. പ്രതീഷ്, പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ? ഹാഷ്മി, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറുടെ രാജി ആവശ്യപ്പെട്ട് വലിയ പ്രതിഷേധമാണ് BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ സമാധാനപരമായി തുടങ്ങിയ പ്രതിഷേധ മാർച്ചാണ് പിന്നീട് സംഘർഷത്തിൽ കലാശിച്ചത്. പലവട്ടം പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. അപ്പോഴും പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ കൂട്ടാക്കിയിരുന്നില്ല. പിന്നീട് ഈ കോർപ്പറേഷന് മുന്നിലെ പ്രതിഷേധം അവസാനിപ്പിച്ച് LMS പള്ളിക്ക് മുന്നിൽ റോഡ് തടഞ്ഞുള്ള പ്രതിഷേധമായിരുന്നു പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അങ്ങനെ പ്രതിഷേധിച്ച പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ശക്തമായ കനത്ത മഴയാണ് തിരുവനന്തപുരം നഗരത്തിൽ. ഈ മഴയെ അവഗണിച്ചുകൊണ്ടായിരുന്നു BJP പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം കോർപ്പറേഷനിലേക്ക് അരങ്ങേറിയത്. മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനാണ് ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. സാധാരണഗതിയിൽ ഈ പ്രസംഗം കഴിഞ്ഞ ശേഷമായിരിക്കും ബാരിക്കേഡ് മറിച്ചിടാനുള്ള ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ പ്രസംഗം അവസാനിച്ച ഈ നന്ദി പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വിഭാഗം പ്രവർത്തകർ കോർപ്പറേഷന്റെ മതിൽ ചാടിക്കടന്നു. ഇതാണ് വലിയ തരത്തിലൊരു സംഘർഷത്തിലേക്ക് കലാശിച്ചത്. ഈ കോർപ്പറേഷന്റെ അകത്തേക്ക് ചാടിക്കടന്ന പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പല ശ്രമങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ ആ ശ്രമങ്ങളൊക്കെ തന്നെ പരാജയപ്പെട്ടു. കാരണം നൂറുകണക്കിന് പ്രവർത്തകരാണ് ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കാളികളായത്. ഈ പ്രവർത്തകരെ പിന്തിരിപ്പിച്ച ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് പോലീസ് ഏറെ പണിപ്പെട്ടിരുന്നു. പിന്നീട് പലതവണ കൂടുതൽ പോലീസുകാരെത്തിയാണ് ഈ കോർപ്പറേഷന് ഉള്ളിൽ ചാടിക്കടന്ന പ്രവർത്തകരെ പിന്തിരിപ്പിച്ച് അവിടെ നിന്ന് മാറ്റിയത്. അതിനുശേഷമാണ് ഇപ്പോൾ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ ഈ പ്രവർത്തകർ ഇവിടെ നിന്ന് ഒരു വിഭാഗം പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടുണ്ട്. ഈ ബാക്കി പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. വലിയൊരു പ്രതിഷേധം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ രാജി ആവശ്യപ്പെട്ടാണ് BJPയുടെ മാർച്ച്. അത് ചെറുതോതിൽ സംഘർഷഭരിതമായി. പലയാവർത്തി ജലപീരങ്കി പ്രയോഗമുണ്ടായി. പ്രവർത്തകർ അതിൻ്റെ ഓഫീസ് മതിലുകാടി കിടക്കാൻ ശ്രമിച്ചു. അതിനുശേഷം ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. സംഘടിത ചോദ്യപേപ്പർ ചോർച്ച നടന്നെന്ന് ബോധ്യപ്പെട്ടാലേ നീറ്റ് പുനഃപരീക്ഷയ്ക്ക് ഉത്തരവിടാനാകൂ എന്ന് സുപ്രീം കോടതി. ഭൂരിഭാഗം വിദ്യാർത്ഥികളും വീണ്ടും പരീക്ഷ നടത്തണമെന്ന് ആവശ്യപ്പെട്ടതിന് തെളിവുണ്ടോ എന്ന് കോടതി ചോദിക്കുന്നു. പരീക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ഡൽഹിയിൽ ചേരുന്നു. RK, ഒരു പുനഃപരീക്ഷ ഉത്തരവിടാനുള്ള ഒരു ദിശയിലേക്കല്ല കോടതിയുടെ ആലോചന എന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് രാവിലെ മുതൽ നടന്ന വാദങ്ങൾ പരിഗണിക്കുമ്പോൾ അങ്ങനെ ഒരു രീതിയിലേക്ക് അഥവാ ഒരു നിഗമനത്തിലേക്ക് സുപ്രീം കോടതി പോകുന്നു എന്ന് പറയാം. പക്ഷേ അവസാന ഘട്ടത്തിൽ കോടതി ചോദിച്ച ചില ചോദ്യങ്ങൾ NDAയ്ക്കും തിരിച്ചടിയാണ്. ഈ വിദ്യാർത്ഥികൾ എത്ര പേർ അവരുടെ ജന്മസ്ഥലം ഉൾപ്പെടുന്ന മേഖല ഉപേക്ഷിച്ച് മറ്റു സ്ഥലങ്ങളിൽ പരീക്ഷ എഴുതാനായി പോയി എന്നതടക്കമുള്ള ചോദ്യങ്ങൾ. അതായത് ഉദാഹരണത്തിന് രാജസ്ഥാനിലെ കോട്ട അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക്, പട്ന അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ഒക്കെ പരീക്ഷ എഴുതാനായിട്ട് പോയി എന്നതുൾപ്പെടെയുള്ള ചില ചോദ്യങ്ങൾ കോടതി അവസാന ഘട്ടത്തിൽ NDAയോട് ചോദിച്ചിട്ടുണ്ട്. അത് അടക്കമുള്ള കാര്യങ്ങളിൽ NDAയുടെ മറുപടി ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക. ഏതായാലും രാവിലെ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ തന്നെ ഈ പുനഃപരീക്ഷ സാധ്യമാണ് എന്ന വിധത്തിൽ ഉള്ള നിരീക്ഷണങ്ങൾ ഉണ്ട് എന്ന വിധത്തിലായിരുന്നു ഈ വാദിഭാഗത്തിന്റെ നിലപാട്. അതിനനുസരിച്ചിട്ടുള്ള വാദങ്ങളാണ് അവർ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. ആ ഘട്ടത്തിലാണ് കോടതി വ്യക്തമാക്കിയത് ഈ പരീക്ഷ എല്ലായിടങ്ങളിലും, രാജ്യത്തെ എല്ലായിടങ്ങളിലും നടത്തണം എന്നൊരു നിഗമനം കോടതിക്ക് ഇല്ല. അതില്ലാത്തത് കൊണ്ട് തന്നെ CBI പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട്, അതിലെ പല കാര്യങ്ങളും കോടതിക്ക് പുറത്തു പറയാനായിട്ട് ഈ ഘട്ടത്തിൽ, അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ സാധിക്കില്ല. എങ്കിലും മൊത്തത്തിൽ ആ റിപ്പോർട്ട് രാജ്യത്ത് ഏതാനും ചില ഇടങ്ങളിൽ മാത്രമാണ് ഈ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ക്രമക്കേടുകൾ നടന്നത് എന്നത് വ്യക്തമാക്കുന്നതാണ്. ആ റിപ്പോർട്ടിനെ ഖണ്ഡിക്കുന്ന ഒരു വിവരവും ഹാജരാക്കാനായിട്ട് ഈ വാദിഭാഗത്തില് പുനഃപരീക്ഷ വേണം എന്ന് ആവശ്യപ്പെടുന്നവർക്ക് സാധിച്ചിട്ടില്ല എന്ന കാര്യം കോടതി നിരീക്ഷിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി തുടർന്ന് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയത്. കോടതി ഇതിൽ വാദികളോട് പുനഃപരീക്ഷ ആവശ്യപ്പെടുന്ന വാദികളിൽ എത്ര പേർ 50,000-ഓളം വരുന്ന സർക്കാർ കോട്ടകളിൽ അർഹരായിട്ടുണ്ട്, പരീക്ഷ എഴുതി യോഗ്യത നേടിയിട്ടുണ്ട് എന്നതടക്കമുള്ള ചോദ്യം ചോദിച്ചു. ഒപ്പം
ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പുനഃപരീക്ഷ നടത്തണമെന്ന് പറയുന്നവർക്ക് അവരുടെ റാങ്ക് എത്രാമതാണ്, അവരുടെ ആകെയുള്ള വിദ്യാർത്ഥികളിൽ എത്ര പേരാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങളും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളിൽ വാദിഭാഗം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം IIT മദ്രാസ് സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് അത് പൂർണ്ണമായിട്ടും സ്വീകരിക്കാനായിട്ട് സാധിക്കില്ല. കാരണം IIT മദ്രാസിന്റെ ഡയറക്ടർ NDAയുടെ അംഗമാണ്. NDA ആണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു കക്ഷി. അതുകൊണ്ട് തന്നെ NDAയുടെ വാദത്തെ അല്ലെങ്കിൽ ഈ IIT മദ്രാസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ NDA പറഞ്ഞ വാദങ്ങളെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നതാണ് ഈ വാദിഭാഗം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഏതായാലും നടപടികൾ പുരോഗമിക്കുകയാണ് സുപ്രീം കോടതി. ഓക്കെ, രാധാകൃഷ്ണനാണ് അതിന്റെ വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഹർജി പരിഗണിക്കുകയാണ്. സുപ്രീം കോടതിയിൽ ഉണ്ടാകുന്ന തീരുമാനത്തിൽ ആകാംക്ഷാഭരിതമായി രാജ്യം കാത്തിരിക്കുന്നുമുണ്ട്. ഓർമ്മകളിൽ ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്കൊരാണ്ട്. സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. പുതുപ്പള്ളി പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥന നടന്നു. ഉമ്മൻചാണ്ടി തമസ്കരിക്കാൻ ബോധപൂർവമായ നീക്കം നടന്നുവെന്ന് PC വിശ്വനാഥ് MLA 24-നോട് പറഞ്ഞു. ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയായിരുന്നു ഇന്ന് പുതുപ്പള്ളി പള്ളിയിലെ ആദ്യത്തെ കുർബാന. പിന്നാലെ ജനകീയ നേതാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന കല്ലറയിലും പുതുപ്പള്ളിയിൽ നിർമ്മിക്കുന്ന വീടിനു മുൻപിലും പ്രത്യേക പ്രാർത്ഥനകൾ. അനുയായികളും രാഷ്ട്രീയ നേതാക്കളുമടക്കം സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം പുതുപ്പള്ളി പള്ളിയിലേക്ക് ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കാൻ രാവിലെ തന്നെ എത്തി. അനുസ്മരണ ചടങ്ങ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. One of the finest public servant that Kerala has produced. Come naturally to a woman, but for a man, he needs to make special and conscious efforts. ഒന്നാം ചരമവാർഷികത്തിൽ എത്തി നിൽക്കുമ്പോഴും ഉമ്മൻചാണ്ടിയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും സജീവം. ഉമ്മൻചാണ്ടിയെ തമസ്കരിക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നെന്ന് PC വിശ്വനാഥ് MLA. ഉമ്മൻചാണ്ടിയെ ജീവിതകാലത്ത് മുഴുവൻ വേട്ടയാടി. അദ്ദേഹത്തിന്റെ അവസാന കാലത്തെ രോഗത്തിന്റെ അവസ്ഥയ്ക്ക് പോലും മാനസികമായ സമ്മർദ്ദങ്ങൾ കാരണമായിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷവും അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ നമുക്ക്. ഏറെ വേട്ടയാടപ്പെട്ട രണ്ട് കുടുംബങ്ങളാണ് ഉമ്മൻചാണ്ടിയുടേതും കോടിയേരിയുടേതുമെന്ന് ബിനീഷ് കോടിയേരി. എനിക്ക് തോന്നുന്നു വ്യക്തിപരമായി ഇത്രയും ആക്രമിക്കപ്പെട്ട രണ്ട് കുടുംബങ്ങൾ, വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ട രണ്ട് രാഷ്ട്രീയ നേതാക്കൾ കേരള ചരിത്രത്തിൽ തന്നെ വളരെ വിരളമായിരിക്കും. ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് വിവിധ കാരുണ്യ പദ്ധതികൾക്കും തുടക്കം കുറിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ ഉമ്മൻചാണ്ടി അനുസ്മരണങ്ങൾ നടന്നു. 24 കോട്ടയം. ഉമ്മൻചാണ്ടി കൈപിടിച്ച് കയറ്റിയ പല നേതാക്കളും താൻ പിന്നെ കണ്ടിട്ടില്ലെന്ന് ഭാര്യ മറിയാമ്മ ഉമ്മൻ. ഉമ്മൻചാണ്ടിയുടെ അഭാവം വല്ലാത്ത ശൂന്യത എന്നും മറിയാമ്മ ഉമ്മൻ 24-നോട് പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ പേരിൽ വീട് നിർമ്മിച്ച് നൽകണമെന്നാണ് തന്റെ ആഗ്രഹം എന്ന് മകൻ ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി കൈപിടിച്ചു കയറ്റിയ യുവനേതാക്കളോടാണ് മറിയാമ്മ ഉമ്മന്റെ പരിഭവം. മുതിർന്ന നേതാക്കൾ തന്നെ വന്നു കണ്ടെങ്കിലും യുവനേതാക്കളിൽ പലരെയും പിന്നീട് കണ്ടിട്ടില്ല. അവർ കല്ലറയിൽ പോയിട്ടുണ്ടാകുമെന്നും മറിയാമ്മ ഉമ്മൻ പറഞ്ഞു. അവരെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അവരെ ഈ ബിൻഗാമി എന്ന് പറയുന്നവരെ ഞാൻ കണ്ടിട്ട് ഓർക്കുന്നില്ല. പ്രായമായിട്ട് പിന്നെയും വന്നിട്ടുണ്ട്. ചെറുപ്പക്കാരായ നേതാക്കളൊന്നും. വിശ്വനാഥ് വന്നിട്ടുണ്ട്. വിശ്വനാഥ്. ഉമ്മൻചാണ്ടിയുടെ പേരിൽ വീടുകളും സ്കൂളുകളും നിർമ്മിക്കുകയാണ് തന്റെ ആഗ്രഹമെന്ന് മകൻ ചാണ്ടി ഉമ്മൻ MLA. ഒരു വീടിന്റെ നിർമ്മാണം പൂർത്തിയായതായും ഇന്നല്ലെങ്കിൽ നാളെ ഇടുക്കി കഞ്ഞിക്കുഴിയിലെ ഉമ്മൻചാണ്ടി കോളനിയിൽ പിതാവിന്റെ പേരിൽ സ്കൂൾ നിർമ്മിക്കുമെന്നും ചാണ്ടി ഉമ്മൻ 24-നോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഓർമ്മ തന്ന ഒരു ഊർജ്ജമാണ് ഇത്രയും എത്തിച്ചിരിക്കുന്നത്. അതിലുള്ള സന്തോഷം വെച്ചാൽ ആദ്യത്തെ വീട് പൂർത്തിയായി കഴിഞ്ഞു. 50ഓളം വീടുകൾ തീർക്കണം എന്നുള്ളതിന്റെ ആഗ്രഹമാണ്. അതിലേക്ക് ഞങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. 2-3 മാസത്തിനുള്ളിൽ പൂർത്തിയാവും വിചാരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ സംസാരിച്ചു തുടങ്ങും മുന്നേ മകൾ മറിയ ഉമ്മൻ വിങ്ങിപ്പൊട്ടി. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതുവരെ അഡ്ജസ്റ്റഡ് ആകാൻ പറ്റിയിട്ടില്ല. കൂടുതൽ പറയാനൊന്നുമില്ല. ഒന്നാം ചരമവാർഷിക ദിനത്തിൽ 24-നോടൊപ്പം ഓർമ്മകൾ പങ്കുവെക്കുകയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കുടുംബം. 24 തിരുവനന്തപുരം. ഉമ്മൻചാണ്ടിയുടെ വേർപാട്, അതിലൊഴുകിയെത്തിയ ജനസഹസ്രങ്ങൾ, അവിടെ പുതുപ്പള്ളി വീട്ടിൽ കണ്ട പലതരം വിങ്ങിപ്പൊട്ടലുകൾ, അവിടുത്തെ റിപ്പോർട്ടിംഗ് ഒക്കെ ഇന്നലത്തെ പോലെ ഓർക്കുകയാണ്. ഒരു വർഷമായെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ മാവോയിസ്റ്റിനെ പിടികൂടി. തൃശൂർ വിയ്യൂർ സ്വദേശി മനോജിനെയാണ് ഭീകരവിരുദ്ധ സ്ക്വാഡ് പിടികൂടിയത്. സംഘടനാ പ്രവർത്തനത്തിന് പണം വാങ്ങാൻ ബ്രഹ്മപുരത്തെത്തിയപ്പോഴാണ് പിടിയിലായത്. വിവരങ്ങളുമായി ശ്യാംകുമാർ ചേർന്നു. ശ്യാം, ഇയാൾ ആരാണ്? ഇയാളുടെ വെയറബൌട്ട്സ് എന്താണ്? തൃശൂർ സ്വദേശിയാണ്. ഷെഫീഖ് എന്ന പേരിലും ഈ മനോജ് അറിയപ്പെടുന്നുണ്ട്. കബനി ദളത്തിന്റെ ഭാഗമായി വയനാട്ടിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാവോയിസ്റ്റ് സംഘത്തിലെ പ്രവർത്തകനാണ് നിലവിൽ പിടിയിലായത് എന്നുള്ളതാണ് വിവരം. സംഘടനാ പ്രവർത്തനത്തിന് പണം വാങ്ങുന്നതിന് വേണ്ടി എത്തിയെന്നാണ് ഇയാൾ
മൊഴി നൽകിയിരിക്കുന്നത്. ഭീകരവിരുദ്ധ സേനയാണ് ഇയാളെ പിടികൂടിയത്. ബ്രഹ്മപുരത്തിനടുത്തുള്ള കെന്റിന്റെ ഫ്ളാറ്റിലാണ് ഇയാൾ എത്തിയിരുന്നത്. എങ്ങനെയാണ് ഇയാൾ ഫ്ളാറ്റിനുള്ളിലേക്ക് കയറിയത് എന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ തിരിച്ചിറങ്ങി വരുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ അവിടെ നിന്ന് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഭീകരവിരുദ്ധ സേന ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇയാൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് അവിടെ നിന്നാണ് ഇയാളെ പിടികൂടുന്നത്. സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പ്രതിയെ പിടികൂടുകയും അവിടെ നിന്ന് ATS കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ATSന്റെ ആസ്ഥാനത്തേക്കാണ് ഇപ്പോൾ ഇയാളെ കൊണ്ടുപോയിരിക്കുന്നത്. നേരത്തെ തന്നെ കേരള പോലീസും ഭീകരവിരുദ്ധ സേനയും ഉൾപ്പെടെ തേടിക്കൊണ്ടിരുന്ന വ്യക്തി കൂടിയാണ് മനോജ്. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിന്റെ തൊട്ടടുത്ത ദിവസം തലേ ദിവസം കമ്പമലയിൽ എത്തിയ മാവോയിസ്റ്റ് സംഘത്തിലും ഇയാൾ ഉണ്ടായിരുന്നു. അതും പോലീസ് കണ്ടെത്തിയിരുന്നു. ഏതായാലും പോലീസ് തേടിക്കൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു മാവോയിസ്റ്റ് പ്രവർത്തകനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ATS കൊച്ചിയിൽ നിന്ന് മാവോയിസ്റ്റിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ATSന്റെ ആസ്ഥാനത്ത് ബ്രഹ്മപുരത്ത് എവിടെയാണ് വന്നത്, ആരിൽ നിന്ന് പണം വാങ്ങാൻ വന്നു തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തതയുണ്ടോ ശ്യാം? ഹാഷ്മി, ഒരാളിൽ നിന്ന് പണം വാങ്ങാൻ വന്നു എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഇയാൾ നൽകിയിരിക്കുന്ന മൊഴി. അത് ആരാണ് എന്നുള്ളത് ATS വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഏതായാലും കൊച്ചി നഗരത്തിൽ ഉൾപ്പെടെ ഭീകരവിരുദ്ധ സേന നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നഗരം കേന്ദ്രീകരിച്ച് ചില സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. അവരുമായുള്ള ബന്ധമാകാം ഇയാളെ ഇവിടെ പണം വാങ്ങാനായി എത്തിയത്. ഈ പണം വാങ്ങി തിരികെ പോകാൻ എത്തിയ വഴിയാണ് ഇയാളെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ATS പിടികൂടുകയും ഇപ്പോൾ കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നത്. ഇനി ഇയാൾക്ക് പണം നൽകാൻ ഉൾപ്പെടെ തയ്യാറായത് ആരൊക്കെയാണ് എന്നുള്ളത് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും ബ്രഹ്മപുരം വരെ എത്തിയിരുന്നു. അവിടെ നിന്ന് തിരികെ നഗരത്തിലെത്തുകയും റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും ചെയ്ത ഒരു മാവോയിസ്റ്റ് പ്രവർത്തകനെയാണ് ഇപ്പോൾ പോലീസ് ATS കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. കബനി ദളത്തിന്റെ ഭാഗമായി വയനാട് കേന്ദ്രീകരിച്ചായിരുന്നു ഇയാളുടെ പ്രവർത്തനം. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വരെ അവിടെ എത്തുകയും അവിടെ വോട്ട് ചെയ്യരുതെന്ന് ഉൾപ്പെടെ ആഹ്വാനം ചെയ്യുകയും ചെയ്ത സംഘത്തിൽ ഇയാൾ ഉൾപ്പെട്ടിരുന്നു. തൃശൂർ സ്വദേശിയാണ്, വിയ്യൂർ സ്വദേശിയാണ്. ഷഫീഖ് എന്ന പേരിലും ഇയാൾ അറിയപ്പെടുന്നുണ്ട്. ഏതായാലും പ്രധാനപ്പെട്ട ഒരു മാവോയിസ്റ്റ് പ്രവർത്തകനെയാണ് ഇപ്പോൾ ഭീകരവിരുദ്ധ സേന കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഹാഷ്മി. ശ്യാംകുമാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഒരു മാവോയിസ്റ്റിനെ പിടികൂടിയിരിക്കുന്നു. തൃശൂർ സ്വദേശി മനോജ് അഥവാ ഷഫീഖ്, അല്ലെങ്കിൽ രണ്ടുപേരിൽ അറിയപ്പെടുന്ന ഒരാളാണ്. എന്താണ് ശരിയായ പേര് എന്നൊക്കെ അതിൻ്റെ വിശദാംശങ്ങൾ വരേണ്ടതാണ്. എന്തായാലും ഒരു നിർണായക അറസ്റ്റ് സംഭവിച്ചിരിക്കുന്നു. ജമ്മു കാശ്മീരിലെ ഡോഡയിൽ വീണ്ടും ഏറ്റുമുട്ടൽ. കസ്തിഗർ മേഖലയിൽ പുലർച്ചെയുണ്ടായ ഏറ്റുമുട്ടൽ 2 സൈനികർക്ക് പരിക്കേറ്റു. ഏറ്റുമുട്ടൽ 40 മിനിറ്റ് നീണ്ടുനിന്നുവെന്നാണ് റിപ്പോർട്ട്. കുപ്വാര ജില്ലയിലെ കേരൻ മേഖലയിലും ഏറ്റുമുട്ടലുണ്ടായി. ജമ്മു കാശ്മീരിലേത് ഗുരുതര സാഹചര്യമെന്ന് പറയുകയാണ് കോൺഗ്രസ് നേതാവ് ഡോക്ടർ കരൺ സിംഗ്. പുലർച്ചെ 2 മണിയോടെയാണ് ജമ്മു കാശ്മീരിലെ ഡോഡയിലെ കസ്തിഗർ മേഖലയിൽ സൈന്യവും ഭീകരരും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടലുണ്ടായത്. 2 സൈനികർക്ക് ഏറ്റുമുട്ടലിൽ പരിക്കേറ്റു. പരിക്കേറ്റ 2 സൈനികരെയും സേനാ ആശുപത്രിയിലേക്ക് മാറ്റി. ഏറ്റുമുട്ടലിന് പിന്നാലെ ഡോഡയിലെ സഡാൻ മേഖലയിൽ സൈന്യം തെരച്ചിൽ നടത്തി. നുഴഞ്ഞുകയറ്റ ശ്രമമുണ്ടായെന്ന സംശയത്തെ തുടർന്ന് രജൌരിയിലെ സുന്ദർബനി മേഖലയിൽ സൈന്യം വെടിയുതിർത്തു. ഒരു ഇടവേളയ്ക്ക് ശേഷം ഭീകരർ വീണ്ടും ജമ്മുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്ന കോൺഗ്രസ് നേതാവ് ഡോക്ടർ കരൺ സിംഗ്. കരസേനയുടെ ജമ്മു ഡിവിഷനെ നോർത്ത് ആൻഡ് കമാൻഡുമായി ഒറ്റ യൂണിറ്റ് ഉണ്ടാക്കണം. നിലവിലെ സർക്കാരിന് സ്ഥിതിഗതികളിൽ പൂർണ്ണ നിയന്ത്രണമില്ലെന്നും കരൺ സിംഗ് കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡോഡയിലെ ഭീകരരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഓഫീസർ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 4 സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു. തുടർന്ന് പ്രദേശത്ത് കൂടുതൽ സേനയെ വിന്യസിക്കുകയും തെരച്ചിൽ ശക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും ഡോഡയിൽ ഏറ്റുമുട്ടലുണ്ടായത്. 24 ഡൽഹി. പ്രേക്ഷകർ പറയാണ്, കോഴിക്കോട് ഇന്ന് ചുഴലിക്കാറ്റ് വരെ ഉണ്ടായി. ഇപ്പോൾ തീവ്ര മഴയും. റെഡ് അലർട്ട് ഇതുവരെ ഇല്ല. എന്നിട്ടും സ്കൂളിന് അവധി കൊടുക്കാതെ കുട്ടികൾ എന്ന് പറയുന്നു കളക്ടർ പറയുന്നു. മാത്രമല്ല കാസർഗോഡത്തെ കാര്യം, കണ്ണൂരത്തെ കാര്യം പറയുന്നു ജിയ. നാളെയും ഇതുപോലെ സാഹചര്യം ഉണ്ടാവുന്നത് കളക്ടർ മുൻകൂട്ടി ഒരു തീരുമാനത്തിലെത്തണം. കണ്ണൂരെ കാര്യമാണെന്ന് തോന്നുന്നു. ആശ പറയുന്നു വയനാട് പുൽപ്പള്ളി മീനങ്ങാടി പുഴ നിറഞ്ഞ് പാലം മുങ്ങിപ്പോയി, കടകളെല്ലാം വെള്ളം കയറുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും മഴ അതേ തീവ്രതയിൽ നിന്ന് പെയ്യുകയാണെന്ന് തോന്നുന്നു. സൂക്ഷിക്കുക. പ്രമോദ് കൊട്ടൂളിയെ പുറത്താക്കിയത് ചർച്ച ചെയ്യാൻ ചേർന്ന CPIM കൊട്ടൂളി ബ്രാഞ്ച് അനുഭാവി സംയുക്ത യോഗത്തിൽ ബഹളം. ഭൂമി തരം മാറ്റാൻ പ്രമോദ് പണം വാങ്ങിയെന്ന പരാമർശം ബ്രാഞ്ച് അംഗം ഗിരീഷ് കുമാർ ചോദ്യം ചെയ്തു. ഇതാണ് വാക്കേറ്റത്തിലേക്ക് നയിച്ചത്. പ്രമോദ് പണം കൈപ്പറ്റിയിട്ടില്ല എന്ന് ഗിരീഷ് കുമാർ 24നോട് പറഞ്ഞു. PSC കോഴ ആരോപണത്തിനു പിന്നാലെ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കൊട്ടൂളിയെ പുറത്താക്കിയ നടപടി ചർച്ച ചെയ്യാൻ ചേർന്ന കൊട്ടൂളി ബ്രാഞ്ച് അനുഭാവി യോഗത്തിലാണ് നാടകീയ രംഗങ്ങൾ. ഭൂമി തരം മാറ്റാൻ പ്രമോദ് 10 ലക്ഷം രൂപയോളം കൈപ്പറ്റിയെന്നായിരുന്നു ജില്ലാ കമ്മിറ്റി അംഗം വായിച്ച റിപ്പോർട്ടിൽ പരാമർശം. ഇതോടെയാണ് ബ്രാഞ്ച് അംഗമായ ഗിരീഷ് കുമാർ ഇടപെട്ടത്. പിന്നാലെ ബഹളം തുടങ്ങി. പ്രമോദ് പണം വാങ്ങിയിട്ടില്ലെന്നും താൻ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഭൂമി ഇടപാടിൽ പ്രമോദ് പങ്കാളിയായതെന്നും ഗിരീഷ് 24നോട്. ഞാനാണ് ഈ പ്രമോദിന്റെ അടുത്ത് ഇതിന്റെ കാരണം എൻ്റെ ഒരു മോന്റെ ഒരു എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പൈസയുടെ ആവശ്യമില്ലായിരുന്നു. അപ്പൊ ഞാനിത് ഇവനോട് പറഞ്ഞു എന്നിട്ടാണ് ഞാൻ പ്രമോദിന്റെ അടുത്ത് പോയി പറയുന്നത്. അപ്പൊ അത് പറഞ്ഞ വെക്കണ പ്രമോദിനോട് പറഞ്ഞു, അയ്യോ ഗിരീഷേട്ടാ അത് മാത്രം പറയുന്നത് എനിക്ക് ആ പരിപാടി ഇല്ലാന്ന് അറിഞ്ഞൂടേന്ന്. അപ്പൊ ഞാനത് ഇവരോട് പറഞ്ഞു, ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടിട്ട് നിങ്ങൾ പറയുന്നത് തെറ്റാന്ന്. ഞാൻ ഈ ബ്രാഞ്ചിന്റെ
പിന്നെ സെക്രട്ടറി ഇന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു. PSC കോഴ ആരോപണവും യോഗത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പരാമർശിച്ചതായി ഗിരീഷ് കുമാർ പറഞ്ഞു. അതേസമയം PSC കോഴയുമായി ബന്ധപ്പെട്ട ഒരു പരാതിയും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ലെന്നായിരുന്നു സംസ്ഥാന ജില്ലാ നേതാക്കൾ നേരത്തെ ആവർത്തിച്ചു വ്യക്തമാക്കിയത്. 24 കോഴിക്കോട്. ആലുവയിൽ നിന്ന് കാണാതായ പെൺകുട്ടികളെ തൃശ്ശൂരിൽ നിന്ന് കണ്ടെത്തിയെന്നൊരു നല്ല വാർത്ത വരുന്നുണ്ട്. പുത്തൻവേലിക്കരയിൽ നിന്നൊരു വിദ്യാർത്ഥിനെ കാണാതായിരുന്നു. ആ കുട്ടിയെ കണ്ടെത്തി. ആലുവ എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുട്ടികളെ കണ്ടെത്തിയത്. അതിനിടയിൽ വരുന്ന മറ്റൊരു വാർത്ത, മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനുള്ള തീരുമാനമാണ്. പോലീസിന്റെയും കോർപ്പറേഷന്റെയും നിരീക്ഷണ സംവിധാനങ്ങൾ ശക്തമാക്കും. അനധികൃതമായ മാലിന്യം ശേഖരിക്കുന്നവർക്കെതിരെ നടപടിയുണ്ട്. മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിലാണ് ഇതടക്കമുള്ള തീരുമാനങ്ങൾ ഉണ്ടായത്. കർണാടകയിൽ സ്വകാര്യ മേഖലയിൽ കന്നഡ സംവരണം നടപ്പാക്കാനുള്ള നീക്കത്തെ തള്ളി രമേശ് ചെന്നിത്തല. കോൺഗ്രസ് പോലൊരു ദേശീയ പാർട്ടിക്ക് അങ്ങനെ തീരുമാനിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കർണാടക സർക്കാർ ബില്ല് മരവിപ്പിച്ചതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ബില്ല് ഭരണഘടനാപരമായി നിലനിൽക്കുന്നതല്ലെന്ന് മന്ത്രി P. രാജീവും പ്രതികരിച്ചു. അത്തരം ബില്ലുകൾ വരുന്നത്, നിയമങ്ങൾ വരുന്നത് ആ സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് തന്നെ വിഘാതമാണ്. കാരണം കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ആളുകൾ അവിടെ പോയി ജോലി ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂർ എന്ന് പറയുന്നത് ഒരു IT ഹബ്ബാണ്. കർണാടക എന്ന് പറയുന്നത് അതിവികസിത സാധ്യതയുള്ള ഒരു സംസ്ഥാനവുമാണ്. അപ്പോൾ ആ സംസ്ഥാനത്തിന് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യുവാക്കളും മറ്റുള്ള ആളുകളും അവിടെ ജോലി ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ടായിരിക്കാം ഒരു വീണ്ടും വിചാരം എന്നുള്ള നിലയിൽ കർണാടക ഗവൺമെൻറ് അത് മരവിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അത് സ്വാഗതാർഹമായ നീക്കമാണ്. അങ്ങനെ ഒരു സംസ്ഥാനമോ അത്തരം നടപടികൾ ചെയ്യാൻ പാടില്ല. അവിടുത്തെ ആളുകൾക്ക് ജോലിക്ക് പ്രാധാന്യം, പ്രിഫറൻസ് കൊടുക്കണമെന്നൊന്നും ആർക്കും തെറ്റില്ല. പക്ഷെ മറ്റുള്ള ആളുകൾ അവിടെ പോയി ജോലി ചെയ്യരുത് എന്ന് പറയുന്നത് തെറ്റായ നടപടിയാണ്. അത് ഭരണഘടനാപരമായി നിലനിൽക്കുന്ന ഒരു തീരുമാനമല്ല. നമ്മുടെ രാജ്യത്ത് ഒരു സംസ്ഥാനത്തുള്ളവർക്ക് മാത്രമായി അവിടുത്തെ നിയമനങ്ങൾ പരിമിതപ്പെടുത്താൻ സാധാരണഗതിയിൽ കഴിയുന്നതല്ല. മണ്ണിൽ മക്കൾ വാദം വളരെ നേരത്തെ ചില സംസ്ഥാനങ്ങൾ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ നാട് പൊതുവെ തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഇത്തരത്തിലുള്ള അന്തരീക്ഷം അവിടെ സംജാതമാകുന്നു എന്നത് ഗൗരവമാണ്. കേരളത്തിലെ പലരും അതിനെ പിന്തുണയ്ക്കുന്നു. കോൺഗ്രസ് നേതാക്കന്മാരിൽ തന്നെ ചിലർ അതിനെ പിന്തുണയ്ക്കുന്നതും വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ടതുണ്ട്. നമ്മുടെ നാട് മത്സരത്തിലൂടെ മികച്ച പ്രതിഭകളെ, ടാലൻ്റുള്ള, സ്കില്ലുള്ള ആളുകളെ തിരഞ്ഞെടുക്കുമെന്നുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യവും കമ്പനികൾക്ക് നൽകുന്നുണ്ട്. തൃശ്ശൂരിലെ തോൽവി ചർച്ചയാകേണ്ടെന്ന് കരുതിയാണ് വയനാട്ടിലെ KPC ക്യാമ്പിൽ നിന്ന് വിട്ടുനിന്നെന്ന് K. മുരളീധരൻ. ക്യാമ്പിൽ തനിക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടില്ലെന്ന് TN പ്രതാപനും ഷാനിമോൾ ഉസ്മാനും ഫോണിൽ വിളിച്ചറിയിച്ചു. വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ സജീവമാകുമെന്നും K. മുരളീധരൻ പറയുകയാണ്. TN പ്രതാപനും ഷാനിമോൾ എന്നെ ഫോണിൽ വിളിച്ചു. ഞങ്ങൾ ഒരു കാര്യം ഇങ്ങനെ സംസാരിച്ചിട്ടില്ല, ഈ വിഷയം തന്നെ സംസാരിച്ചിട്ടില്ല. അപ്പം ഞാൻ ഈ ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്ന മനഃപൂർവ്വമാണ്, മറ്റൊന്നും കൊണ്ടല്ല. ഇനി തൃശ്ശൂരിട്ട് ചർച്ച ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്നത്. പറയുമ്പോൾ എന്നെ KPC പ്രസിഡന്റ് നേരിട്ട് വിളിച്ചു, ദീവാദാസ് മുൻഷി വിളിച്ചിരുന്നു. പക്ഷേ ഇത് തൃശ്ശൂർ ചർച്ചയാക്കി വീണ്ടും ഒരു ഒരു പഞ്ചായത്ത് ഇലക്ഷൻ്റെ, അസംബ്ലി ഇലക്ഷൻ്റെ ഒക്കെ തയ്യാറെടുപ്പ് നടത്തുമ്പോൾ കഴിഞ്ഞുപോയൊരു സബ്ജക്റ്റ് എന്തിനാണ് ചർച്ച ചെയ്യുന്നത്? അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം പങ്കെടുക്കാതിരുന്നത്. ഉറപ്പായിട്ട് ചെയ്യും. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് പ്രിയങ്ക ഗാന്ധി വരുന്ന ആ സമയം മുതൽ ഞാൻ സജീവമായിട്ടുണ്ടാവും. കാരണം വയനാടിന്റെ മേജർ പോർഷൻ എൻ്റെ പഴയ പാർലമെന്റാണ്. മലമുകളിൽ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ കാല് വഴുതി കൊക്കയിലേക്ക് വീണ യുവതിക്ക് ദാരുണാന്ത്യം. മുംബൈ സ്വദേശി ആൻവി ഖാംദാറാണ് മരിച്ചത്. മഹാരാഷ്ട്രയിലെ റായ്ഗഡിലെ കുംഭ വെള്ളച്ചാട്ടത്തിനടുത്താണ് ഈ അപകടമുണ്ടായത്. ഇൻസ്റ്റാഗ്രാമിൽ 2.5 ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള ഇൻഫ്ലുവൻസറാണ് ആൻവി കാംദാർ എന്ന 27-കാരി. മുംബൈയിലെ വീട്ടിൽ നിന്ന് സുഹൃത്തുക്കളോടൊപ്പം റായ്ഗഡിനോട് ചേർന്നുള്ള മാൻഗാവിലെ കുംഭേ വെള്ളച്ചാട്ടം കാണാനെത്തിയതായിരുന്നു. വെള്ളച്ചാട്ടത്തിന് മുകളിലെ ഭാഗത്ത് നിന്ന് വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ കാൽ വഴുതി 300 അടിയോളം താഴ്ചയിലേക്കാണ് വീണത്. 2 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ആൻവിയെ കണ്ടെത്താനായത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മുംബൈയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് ആൻവി. യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്ന യുവതിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അത്തരം വീഡിയോകൾ കാണാം. മഴക്കാല കാഴ്ചകൾ ഒപ്പിയെടുക്കാനുള്ള അത്തരമൊരു യാത്രയാണ് അപകടത്തിലേക്ക് നയിച്ചത്. 24 മുംബൈ. ആകർഷകയെ കണ്ണൂർ കുട്ടികളെ സ്കൂളിൽ വിടാൻ പേടിയാവുന്നു. അവധി പ്രഖ്യാപിച്ചില്ലെങ്കിൽ നാളെ കുട്ടികളെ വിടുന്നില്ല എന്ന് ആകർഷക പ്രേക്ഷകൻ പറയുകയാണ്. റസ്യ പറയുന്നു, ഇന്നും കഷ്ടപ്പെട്ട് സ്കൂളിൽ അയച്ചു, ഉച്ചയ്ക്ക് സ്കൂൾ വിട്ടു, രാവിലെ തന്നെ ലീവ് അനുവദിച്ചു കൂടായിരുന്നു. കണ്ണൂരിലെ കാര്യമാണെന്ന് തോന്നുന്നു. കണ്ണൂരിൽ നല്ല അതിശക്തമായ കണ്ണൂരിൽ പ്രളയമഴ എന്നൊരു പ്രേക്ഷകൻ പറയുന്നുണ്ട്. കണ്ണൂരിൽ അതിശക്തമായ മഴയാണ്. നാളെ കളക്ടർ അത് കണ്ട് തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. വെൽക്കം ബാക്ക് പ്രേക്ഷകർ. CS എന്നൊരു പ്രേക്ഷകൻ പറയുകയാണ്, തിരുവനന്തപുരത്ത് റോഡിൽ വ്യാപകമായി മാലിന്യം വലിച്ചെറിഞ്ഞിരുന്നു. ഒരു സമയത്ത് ശക്തമായ നടപടി തുടങ്ങിയപ്പോൾ അത് ഏതാണ്ട് പൂർണ്ണമായി നിന്നു. അതുപോലെ ആമയിഴഞ്ചാൻ തോട്ടിലും നടപടിയെടുത്താൽ തീരും ഈ പ്രശ്നം എന്ന് പറയുകയാണ്. എന്തായാലും റെയിൽവേ ഭൂമിയിൽ കുമിഞ്ഞുകൂടിയ മാലിന്യം നീക്കം ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ധാരണയായി. മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കും. ആമയിഴഞ്ചാൻ തോട്ടിൽ മരിച്ച ജോയിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനം അറിയിക്കാം
എന്നാണ് റെയിൽവേയുടെ പ്രതിനിധി പറഞ്ഞത്. ഷഫീദ് റാവത്തർ വിവരങ്ങൾ വച്ചിരുന്നു. ഷഫീദ്, നേരത്തെ ഒക്കെ നടക്കാതെ പോയ തീരുമാനം പോലെയല്ല ഇതൊന്ന് പ്രതീക്ഷിക്കാവോ? കശ്മീർ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് ഇതിന് വകയുണ്ട്. കാരണം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് വിളിച്ചൊരു അടിയന്തര യോഗമാണ്. ഇന്ന് രാവിലെ 11:30-ക്കാണ് ഓൺലൈനായിട്ട് ഈ യോഗം ചേർന്നത്. ഈ യോഗത്തിൽ 7 വകുപ്പുകളുടെ മന്ത്രിമാരും അതേപോലെ തന്നെ റെയിൽവേ ഡിവിഷണൽ മാനേജറും മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഇപ്പോൾ 117 മീറ്റർ പരിധിയിലുള്ള റെയിൽവേ ടണലടക്കമുള്ള സ്ഥലത്തെ മാലിന്യം നീക്കം ചെയ്യാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് റെയിൽവേ ഇതുമായി ബന്ധപ്പെട്ട് ഈ യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. റെയിൽവേ ഡിവിഷണൽ മാനേജർ മനീഷ് തപ്ലിയാലാണ് ഇക്കാര്യം മുഖ്യമന്ത്രി അല്ലെങ്കിൽ യോഗത്തിൽ അറിയിച്ചത്. മാത്രമല്ല, തിരുവനന്തപുരം നഗരത്തിലെ ജലാശയങ്ങളിലും പൊതുസ്ഥലങ്ങളിലും മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനും യോഗത്തിൽ തീരുമാനമായി. പോലീസിന്റെയും കോർപ്പറേഷന്റെയും നിരീക്ഷണ സംവിധാനം കർശനമാക്കും. അനധികൃതമായി മാലിന്യം ശേഖരിക്കുന്നവർക്കെതിരെയും നടപടി ഉണ്ടാകും. ഇക്കാര്യത്തിൽ ഓഡിറ്റിംഗ് സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനും നിലവിൽ ഇപ്പോൾ ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം ആമയിഴഞ്ചാൻ തോട്ടിലെ റെയിൽവേ പരിധിയിലുള്ള ടണലിൽ വീണ് മരിച്ച എൻ ജോയിയുടെ അമ്മയ്ക്ക് ധനസഹായം നൽകണമെന്ന് യോഗത്തിൽ മുഖ്യമന്ത്രി റെയിൽവേയോട് ആവശ്യപ്പെട്ടു. മേലധികാരികളോട് ചോദിച്ചിട്ട് മറുപടി നൽകാമെന്ന DRM മനീഷ് തപ്ലിയാൽ ഈ യോഗത്തിൽ പറയുകയും ചെയ്തു. അക്കാര്യത്തിലും ഒരു അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ അത് ഈ യോഗത്തിന് ശേഷം ഉണ്ടാകുന്നുണ്ട്. ഹഷ്മി. ഓക്കെ, ഷഫീദ് റാവത്താണ് വിവരങ്ങൾ നൽകിയത്. റെയിൽവേ ഭൂമിയിൽ കുമിഞ്ഞുകൂടിയ മാലിന്യം നീക്കം ചെയ്യും എന്നറിയിക്കുകയാണ് റെയിൽവേ. അതോടൊപ്പം ഈ വിഷയത്തിൽ നടപടി കർശനമാക്കാൻ തീരുമാനിക്കുന്നു മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ വിളിച്ച അവലോകന യോഗം. കാലത്തിന് മുന്നേ നടന്ന ഒരു മഹാമനീഷിയായിരുന്നു. ആ ഓർമ്മകൾക്ക് മുന്നിലൊരിക്കൽ കൂടി ആദരം. മലപ്പുറം മുണ്ടേരിയിൽ ആദിവാസി കുടുംബങ്ങൾ മണ്ണിടിച്ചിൽ ഭീതിയിൽ. കനത്ത മഴയിൽ വീടിന്റെ പിൻഭാഗത്തെ കുന്നിടിയുന്നതാണ് ഇവരുടെ ആശങ്ക. മഴ കനത്താൽ പ്രദേശത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെയാണ് ഈ പ്രദേശത്തുകാർ ആശ്രയിക്കുന്നത്. മണ്ണിടിച്ചിൽ തടയാൻ സംരക്ഷണ ഭിത്തി കെട്ടണം എന്നാണ് അവരുടെ കാലങ്ങളായുള്ള ആവശ്യം. മുണ്ടേരി നഗറിലെ വീടിന്റെ പിൻഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന കുന്നിടിയുന്നതാണ് ഇവിടുത്തുകാരുടെ പ്രധാന പ്രശ്നം. ഇവിടെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കണം എന്നുള്ളത് വർഷങ്ങളായുള്ള ആവശ്യമാണ്. എന്നാൽ പോത്തുകല്ല് പഞ്ചായത്ത് ഭരണാധികാരികൾ ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ഇവരുടെ പരാതി. 5 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഏത് നിമിഷവും മണ്ണിടിഞ്ഞ് പൂർണ്ണമായും വീടുകൾക്ക് മുകളിലേക്ക് പതിക്കും. അതിനാൽ മഴ കനത്താൽ പരിസരത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെയാണ് ഇവർ ആശ്രയിക്കാറ്. പഞ്ചായത്ത് നടപടിയിൽ പ്രതിഷേധിച്ച് കുടുംബാംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇവർക്കൊപ്പം പഞ്ചായത്ത് UDF അംഗങ്ങളും പങ്കുചേർന്നു. അതേസമയം കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റുന്നതിന് വേണ്ട നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. നിലമ്പൂരിൽ വന്ന് ഒരു പരാതി വന്നിരുന്നു ആദിവാസികളുടെ ഭാഗത്ത്. അവരെ ക്യാമ്പിലേക്ക് മാറ്റുന്നതിന് വേണ്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പം വില്ലേജ് ഓഫീസറും തഹസിൽദാരും സ്ഥലത്ത് പോയിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മുടെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നല്ല മഴയുണ്ട് ജില്ലയിൽ. മണ്ണിടിച്ചിൽ ചില ഭാഗത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ. താൽക്കാലിക നടപടിയല്ല, സംരക്ഷണ ഭിത്തി കെട്ടി ശാശ്വതമായ പരിഹാരമാണ് വിഷയത്തിൽ കാണേണ്ടതെന്ന് മുണ്ടേരി നഗറിലെ കുടുംബങ്ങൾ ആവശ്യപ്പെട്ടു. 24 മലപ്പുറം. തോമസ് ജോർജ് പറയുകയാണ്, പണ്ടുകാലത്ത് ഹോട്ടൽ ഭക്ഷണം ഇലയിൽ പൊതിഞ്ഞ് പേപ്പർ പാർസൽ തരുമായിരുന്നു. ഇപ്പോൾ കാലം മാറി, പ്ലാസ്റ്റിക് കണ്ടെയ്നർ പ്ലാസ്റ്റിക് കവറിലൊക്കെ ആയി എന്ന് പറയുകയാണ്. ശരിയാണ്, നമ്മുടെ പ്ലാസ്റ്റിക് ഉപഭോഗം ഗണ്യമായ തോതിൽ, ഇത് ശതമാനം എന്ന് പറഞ്ഞാൽ 100 ശതമാനക്കണക്കിന് എന്നുള്ള നിലയിൽ കൂടുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അത് തോടുകളിലേക്കും പുഴകളിലേക്കും വന്ന് ആമഴിഞ്ഞതോടെ നമ്മൾ കാണുകയും ചെയ്തു. മാലിന്യം പേറുന്ന തോടുകളും പുഴകളും. 24 വാർത്താ പരമ്പര കണ്ണു തുറക്കൂ കാണൂ. റെയിൽവേ പാതയ്ക്കടിയിലൂടെ പോകുന്ന കൊച്ചി മുല്ലശ്ശേരി കനാലിന്റെ മാലിന്യവും ചെളിയും നീക്കാൻ കോർപ്പറേഷൻ പലയാവർത്തി ആവശ്യപ്പെട്ടിട്ടും റെയിൽവേ തയ്യാറായിട്ടില്ല. തോട്ടിലെ മാലിന്യം നീക്കാൻ 1 വർഷം മുൻപ് തയ്യാറാക്കിയ പദ്ധതിയുടെ പ്രവൃത്തി ഇതുവരെ ആരംഭിച്ചിട്ട് പോലുമില്ല. ആമയിഴഞ്ചാൻ തോട്ടിലുണ്ടായതിന് സമാന ദുരന്തം കൊച്ചിയിൽ ആവർത്തിക്കാൻ സാധ്യത ഒരുപാടാണ്. ആമയിഴഞ്ചാൻ തോട്ടിലുണ്ടായതുപോലെ ഒരു ദുരന്തം ഏത് നിമിഷവും ഉണ്ടാകാവുന്ന അവസ്ഥയിലാണ് കൊച്ചിയിലെ മുല്ലശ്ശേരി കനാലിൻ്റെ അവസാന ഭാഗം. നഗരത്തിലൂടെ ഒഴുകിയെത്തുന്ന മുഴുവൻ മാലിന്യങ്ങളും റെയിൽവേയോട് ചേർന്നുള്ള പാലത്തിനടിയിലാണ് കെട്ടിക്കിടക്കുന്നത്. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടക്കുന്ന മുല്ലശ്ശേരി കനാൽ റോഡ് നവീകരണത്തോടൊപ്പം പൂർത്തിയാക്കേണ്ടതാണ് റെയിൽവേ കനാലിന്റെ ശുചീകരണവും. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതിയിലൂടെ മുല്ലശ്ശേരി കനാൽ നവീകരണം നടക്കുന്നുണ്ടെങ്കിലും റെയിൽവേ ഒന്നും ചെയ്യാൻ തയ്യാറല്ല. മറ്റ് കനാലുകളിലെ ആഴം കൂട്ടി ചെളിവാരി മാറ്റുമ്പോഴും സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ റെയിൽവേ പാളങ്ങൾക്കടിയിലൂടെ പോകുന്ന കനാൽ നവീകരിക്കാനോ ചെളിവാരി മാറ്റാനോ എത്ര പറഞ്ഞിട്ടും റെയിൽവേ കേൾക്കുന്നില്ല. ഇതോടെ കനാലുകളിൽ കൂടുതൽ ജലമെത്തുമ്പോൾ അത് റെയിൽവേ പാളത്തിനടിയിലൂടെ മറുകര കടക്കാൻ കൂടുതൽ സമയമെടുക്കും. ഇതിന്റെ ദുരിതമനുഭവിക്കേണ്ടത് ജനങ്ങളും. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ യോഗങ്ങളിൽ ആവശ്യപ്പെടുമ്പോഴും എല്ലാം ശരിയാക്കാമെന്ന പതിവ് മറുപടി മാത്രമാണ് കൊച്ചിയിൽ റെയിൽവേ നൽകുന്നത്.
റെയിൽവേ യാർഡിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യം ഉൾപ്പെടെ ഈ കനാലിലേക്കാണ് ഒഴുകിയെത്തുന്നത്. റെയിൽവേയുടെ കനാൽ നവീകരണത്തിന് 1 വർഷം മുൻപ് പദ്ധതി തയ്യാറാക്കിയിരുന്നു. എന്നിട്ടും ജോലികൾ ആരംഭിക്കാൻ മാത്രം റെയിൽവേക്ക് താൽപ്പര്യമില്ല. റെയിൽവേ പാളങ്ങൾക്കടിയിലൂടെ പോകുന്ന മുല്ലശ്ശേരി കനാലിൽ വർഷങ്ങളായി റെയിൽവേയുടെ യാർഡിൽ നിന്നും വരുന്ന കരിയോയിൽ ഉൾപ്പെടെ നീക്കം ചെയ്യപ്പെടാതെ കിടക്കുകയാണ്. കളക്ടറും കോർപ്പറേഷനും അടക്കം പലവട്ടം ആവശ്യപ്പെട്ടിട്ടും നാടിന്റെ ആവശ്യം റെയിൽവേക്ക് മാത്രം മനസ്സിലാകുന്നില്ല. റെയിൽവേയുടെ അലംഭാവം ഹൈക്കോടതിയുടെ ശ്രദ്ധയിലെത്തിക്കാനാണ് നിലവിൽ കോർപ്പറേഷന്റെ തീരുമാനം. ക്യാമറാമാൻ സച്ചിനൊപ്പം എസ് ശ്യാംകുമാർ, 24 കൊച്ചി. അതാണ് അവസ്ഥ. പ്രധാന നഗരങ്ങളിലെ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും നാടിൻ്റെ ഉൾനാടിലെ ഒക്കെ അവസ്ഥ ഇപ്പോൾ ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ മാലിന്യ നീക്കം കാര്യക്ഷമമായാലേ മാർഗ്ഗമുള്ളൂ, പരിഹാര മാർഗ്ഗമുള്ളൂ. ഒമാൻ തീരത്ത് മറിഞ്ഞ എണ്ണക്കപ്പലിൽ നിന്ന് ജീവനക്കാർ ഇന്ത്യൻ നാവികസേന രക്ഷിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പ്രസ്റ്റീജ് ഫാൽക്കൺ എന്ന കപ്പലിൽ നിന്ന് 8 ഇന്ത്യക്കാരെയും ഒരു ശ്രീലങ്കൻ പൗരനെയുമാണ് രക്ഷപ്പെടുത്തിയത്. കാണാതായവർക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. യുദ്ധക്കപ്പലായ INS തേജ് ആണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. 13 ഇന്ത്യക്കാർ ഉൾപ്പെടെ 16 പേർ ഉണ്ടായിരുന്ന എണ്ണക്കപ്പലാണ് ഒമാൻ തീരത്ത് മുങ്ങിയത്. അപകടത്തിന് പിന്നാലെ ഇന്ത്യയും ഒമാനും സഹകരിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി യുദ്ധക്കപ്പലായ INS തേജ് നടത്തിയ രക്ഷാപ്രവർത്തനത്തിലാണ് 8 ഇന്ത്യക്കാരെയും ഒരു ശ്രീലങ്കക്കാരനെയും രക്ഷപ്പെടുത്തിയത്. അപകടത്തിൽ കാണാതായ കൂടുതൽ ആളുകൾക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. നാവികസേനയുടെ രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങൾ ഇന്ന് സൈന്യം പുറത്തുവിട്ടു. കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആളുകളെ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. പ്രതികൂലമായ കാലാവസ്ഥയിലാണ് കടലിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനം നടന്നത്. എസ് ശ്യാംകുമാർ, 24 കൊച്ചി. തോമസ് മാത്യു പറയുകയാണ്, ആഷ്മി പണ്ടൊക്കെ നമ്മൾ സാധനം വാങ്ങാൻ പോകുമ്പോൾ സഞ്ചിയും കൊണ്ട് പോകുമായിരുന്നു, പ്ലാസ്റ്റിക്കിന് നിൽക്കില്ലായിരുന്നു. 100% ശരിയാണ്. ഇപ്പോൾ നമ്മൾ എത്ര പേർ അത്തരത്തിൽ വീട്ടിൽ നിന്ന് ഒരു തുണിസഞ്ചിയുമായി പോയി സാധനം വാങ്ങുന്നവരുണ്ട് എന്ന ആത്മപരിശോധന നല്ലതാണ്. അത്രയും പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കൂടുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ വയനാട് കുറച്ച് കുറഞ്ഞെന്ന് തോന്നിപ്പിച്ചു. മഴ ഇപ്പോൾ തകർത്ത് വീഴുന്നു വസ്തുകുമാർ പറയുന്നു. ഇടുക്കിയിൽ വലിയ മഴ, വലിയ ശൈത്യം, കറണ്ട് പോകുന്നു എന്ന് വേറൊരു പ്രേക്ഷകൻ പറഞ്ഞു. പല സ്ഥലങ്ങളിലും അതിശക്ത മഴ തുടരുകയാണ്. ഒരിക്കൽ കൂടി പറയുന്നു, സൂക്ഷിക്കുക. വെൽക്കം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ MS വല്യത്താൻ വിടവാങ്ങുമ്പോൾ സങ്കടപ്പെടുന്ന ഒരു ഹൃദയമുണ്ട് തൃശ്ശൂരിൽ. എല്ലാ വർഷവും ഡിസംബർ 6 പുലർച്ചെ ഹൃദയഭാഷയിൽ നന്ദി അറിയിക്കാൻ വിളിക്കുമ്പോൾ മറുതലക്കൽ പ്രിയ ഡോക്ടർ ഉണ്ടാവില്ല എന്ന ദുഃഖത്തിലാണ് തൃശ്ശൂർ എരുമപ്പെട്ടി സ്വദേശി KD മുരളീധരൻ. സാറിനെ ഒരിക്കലും മറക്കില്ല. എൻ്റെ 38 വയസ്സിലാണ് എനിക്ക് ഓപ്പറേഷൻ ചെയ്തത്. ആ 38, ഇപ്പോൾ എനിക്ക് 71 വയസ്സ് കഴിഞ്ഞു. ഇത് കിട്ടിയത് സാറിൻ്റെ ഇതാണ്. അപ്പോൾ ആ വാൾവിനോട് എനിക്ക് ബഹുമാനമുണ്ട്. ഹൃദയ ശസ്ത്രക്രിയകളെക്കുറിച്ച് വേണ്ടത്ര അറിവില്ലാതിരുന്ന കാലം. 1990 ഡിസംബർ 6-നായിരുന്നു ആ ശസ്ത്രക്രിയ. തിരുവനന്തപുരം ശ്രീചിത്രയിൽ വികസിപ്പിച്ച ഹൃദയ വാൽവ് KD മുരളീധരനിൽ തുന്നിച്ചേർത്തു. വാൽവ് വികസിപ്പിച്ചതും ശസ്ത്രക്രിയ നടത്തിയതും ഡോക്ടർ MS വല്യത്താൻ. നീണ്ട നാളത്തെ ഗവേഷണത്തിനും പ്രയത്നത്തിനുമൊടുവിലാണ് ശ്രീചിത്രയുടെ സ്ഥാപക ഡയറക്ടറായ ഡോക്ടർ MS വല്യത്താന്റെ നേതൃത്വത്തിൽ ഹൃദയ വാൽവ് നിർമ്മിച്ചത്. മുരളീധരന് പിന്നാലെ രാജ്യത്തെ 5 മെഡിക്കൽ കോളേജുകളിൽ 2 വർഷത്തിനുള്ളിൽ 250ഓളം വാൽവ് മാറ്റ ശസ്ത്രക്രിയകൾ നടന്നു. ലോകപ്രസിദ്ധ മെഡിക്കൽ ജേണലുകളിൽ വാൽവിനെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ വന്നു. തുടർന്നാണ് വാൽവിന് വിശ്വാസ്യത കൈവന്നത്. ഇപ്പോൾ 1.5 ലക്ഷത്തിലധികം ഹൃദയങ്ങളിൽ ശ്രീചിത്രയിലെ വാൽവ് സ്പന്ദിക്കുന്നു. തനിക്ക് പുതുജീവൻ നൽകിയ പ്രിയപ്പെട്ട ഡോക്ടറുടെ വേർപാട് മുരളീധരന് വിശ്വസിക്കാനായിട്ടില്ല. സങ്കടമായി. ഇപ്പോൾ ചിത്രയിലേക്ക് എപ്പോഴേ കൊണ്ടുവരാമെന്നറിയില്ല എന്ന് പറഞ്ഞു. ചിത്രയിലേക്കാണോ കൊണ്ടുവരിക, അത് മണിപ്പാലിൽ തന്നെ വെക്കുകയാണോ എന്നുള്ളറിയില്ല. ഹൃദയത്തുടിപ്പിൽ എപ്പോഴും പ്രിയ ഡോക്ടർ ഉണ്ടാകും. 24 തൃശൂർ. അങ്ങനെ വേദനിക്കുന്ന ഒരുപാട് ഹൃദയങ്ങൾ കേരളത്തിൽ തന്നെയുണ്ട്. കേരളത്തിലെ ക്രിയാത്മക ചർച്ചകൾക്ക് വേറിട്ട മുഖം നൽകിയ 24ന്റെ വാല്യൂ പ്ലസ് 100 എപ്പിസോഡുകൾ പൂർത്തിയാക്കി. തിരുവനന്തപുരം വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ വെച്ചായിരുന്നു 100ാം എപ്പിസോഡ്. രാഷ്ട്രീയ, സാമൂഹിക, വ്യവസായ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരെ പങ്കെടുപ്പിച്ചുള്ള പാനൽ ചർച്ചയാണ് 100ാം എപ്പിസോഡിനെ ശ്രദ്ധേയമാക്കിയത്. ക്രിയാത്മകമായ സംവാദം ലക്ഷ്യമിട്ട് തുടങ്ങിയ വാല്യൂ പ്ലസ് 100ാം എപ്പിസോഡിലെത്തിയപ്പോൾ ഇതുവരെയുള്ള എപ്പിസോഡുകളിൽ പങ്കെടുത്ത അതിഥികളുടെ ഒത്തുചേരലായി. തിരുവനന്തപുരം വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ നടന്ന പാനൽ ചർച്ചയിൽ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ വികസന കാഴ്ചപ്പാടുകളും പുരോഗമനാശയങ്ങളും പങ്കുവച്ചു. നമുക്കിപ്പോൾ വിഴിഞ്ഞത്ത് ഇതൊരു സ്വകാര്യ പൊതു പങ്കാളിത്തത്തിൻ്റെ ഒരു നവമാതൃക തീർത്തിരിക്കുകയാണ് കേരളത്തിൽ. അപ്പോൾ ഈ പറയുന്ന 2028 നമുക്ക് ഏകദേശം 18,000 കോടി രൂപയുടെ നിക്ഷേപമാണ് കേരളത്തിൽ നമ്മൾ കൊണ്ടുവരുന്നത്. ബിസിനസ് രംഗത്ത് നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും ചർച്ചയായി. ബിസിനസ്സുകാരനായാലും ഏത് മേഖലയിലുള്ളതായാലും നമ്മളുടെ പ്രവർത്തനത്തിൻ്റെ പ്രയോജനം എപ്പോഴും ഒരാളിൽ മാത്രം കേന്ദ്രീകരിച്ചാൽ അത് ബിസിനസ്സായാലും വലുതായില്ല, ഏത് സ്ഥാപനമായാലും വലുതായില്ല. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം MD ഡോക്ടർ ദിവ്യ S. അയ്യർ, മുൻ MLA KS ശബരിനാഥൻ,
ഫ്രഷ് ടു ഹോം സഹസ്ഥാപകനും COOയുമായ മാത്യു ജോസഫ്, ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ന്യൂ ഇനിഷ്യേറ്റീവ് ഡയറക്ടർ ഡോക്ടർ ടോം ജോസഫ്, ഫിൻഫ്ലുവൻസറും നിക്ഷേപകനുമായ ഷാരിഖ് ഷംസുദ്ദീൻ എന്നിവരാണ് 100ാം എപ്പിസോഡിൽ അതിഥികളായെത്തിയത്. വാല്യൂ പ്ലസ് കാഴ്ചക്കാരെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടെന്ന് ഡോക്ടർ ടോം ജോസഫ്. ഞാൻ വളരെ എൻജോയ് ചെയ്തൊരു പാനൽ ഡിസ്കഷനാണിത്. വളരെ ക്രിയാത്മകമായിട്ട്, വളരെ പോസിറ്റീവായിട്ട് നല്ല ആശയങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റി. നമ്മൾ മറ്റുള്ള ചർച്ചകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നാളേക്ക് വേണ്ടിയുള്ള ചർച്ചയാണ്. കേരളത്തിൽ മികച്ച സംരംഭകത്വ സംസ്കാരം വളർത്തുകയാണ് പ്രധാന ലക്ഷ്യം. 100ാം എപ്പിസോഡ് ഉടൻ പ്രേക്ഷകരിലെത്തും. 24 തിരുവനന്തപുരം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഉച്ചവാർത്ത യാത്ര തൽക്കാലം പൂർണ്ണമാവുകയാണ്.